വചനമൊഴി ഫെബ്രുവരി 19. വചനഭാഗം തെസ്സലോണി 2:17-3-5, ലൂക്കായുടെ സുവിശേഷം 22:24-30. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ശിശുവിനെ പോലെയാകണം, ശിശുവിന്റെ മനോഭാവം ഉൾക്കൊള്ളണമെന്നായിരുന്നു. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ വിനയത്തിന്റെ മേശയിലേക്കും ആത്മീയ കരുതലിന്റെ ഹൃദയത്തിലേക്കും നമ്മെ ക്ഷണിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും നാം ശ്രവിക്കുന്നത് ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന ചിന്തയുമായി അവർ നടക്കുന്ന പശ്ചാത്തലമാണ്. ഈശോ തന്റെ പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ആരാണ് തങ്ങളിൽ വലിയവൻ എന്ന ചിന്ത ഉദിക്കുകയാണ്. ഈശോ അവരോട് പറയുന്നു, നിങ്ങളിൽ വലിയവൻ നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷകനാണ്. ശുശ്രൂഷ ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട് വലിയവനാകുവാനായിട്ടുള്ള ആഹ്വാനമാണ് തിരുവചനം നൽകുന്നത്. പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലും ശ്ലീഹ പറയുന്നത് വിശ്വാസികളെ കുറിച്ചുള്ള തന്റെ കരുതലിനെ പറ്റിയാണ്. പൗലോസ് ശ്ലീഹ തന്റെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാനാണ് പരിശ്രമിക്കുന്നത്. ഇന്നത്തെ തിരുവചനം നമ്മോട് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയവൻ മറ്റുള്ളവരെ ഉയർത്തുന്നവനാണ്, മറ്റുള്ളവന് ശുശ്രൂഷ നൽകുന്നവനാണ്. യഥാർത്ഥ ശുശ്രൂഷകൻ മറ്റുള്ളവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നവനാണ്. നമ്മുടെ അനുദിന ജീവിതത്തില് ശുശ്രൂഷകനാകുവാൻ, മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം പ്രത്യേകമായ വിധത്തിൽ ശുശ്രൂഷ നിസ്വാർത്ഥമായി അർപ്പിക്കുന്നതിനും മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരായി മാറുന്നതിനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.